അഴകിയ രാവണൻ എന്ന സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച ശങ്കർദാസ് എന്ന കഥാപാത്രം പൊങ്ങച്ചക്കാരനായ ഒരു പണക്കാരൻ്റെതാണ്. ചിത്രത്തിലെ കഥ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ചോദിച്ചത് ഇത് മമ്മൂട്ടി എങ്ങനെ ചെയ്യും, മോഹൻലാൽ അല്ലേ ചെയ്യേണ്ടതെന്നായിരുന്നു. അതിന് ശ്രീനിവാസൻ നൽകിയ മറുപടിയെപ്പറ്റി പറയുകയാണ് സംവിധായകൻ കമൽ. ശ്രീനിവാസന്റെ മറുപടി ഇങ്ങനെയാണ്: മോഹൻലാൽ ഈ റോൾ ചെയ്താൽ ഒരു പുതുമയുണ്ടാകില്ല, പക്ഷേ മമ്മൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പുതുമയുണ്ടാകും. പൊങ്ങച്ചം കറക്റ്റായി വരണമെങ്കിൽ അത് മമ്മൂട്ടി തന്നെ ചെയ്യണം. പൊങ്ങച്ചം റിയൽ ലൈഫിൽ മമ്മൂട്ടിക്ക് അങ്ങനെ തന്നെയാണല്ലോ എന്ന് ശ്രീനിവാസൻ തന്നോട് തമാശ പറഞ്ഞുവെന്നാണ് കമൽ ഓർക്കുന്നത്. ഇക്കാര്യം ശ്രീനിവാസൻ മമ്മൂക്കയോടും പറഞ്ഞിട്ടുണ്ടെന്നും വേറെ ആരെങ്കിലുമാണത് പറഞ്ഞതെങ്കിൽ മമ്മൂക്ക അപ്പോൾ അദ്ദേഹത്തെ അടിച്ചേനെയെന്നും, എന്നാൽ ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ മമ്മൂട്ടി അതിനെ വളരെ തമാശയാക്കി എടുക്കുകയും ചെയ്തുവെന്നും കമൽ വ്യക്തമാക്കുന്നുണ്ട്. സിനിമയിലേക്ക് മമ്മൂട്ടി എത്തിയതും സിനിമയുടെ ലൊക്കേഷനിൽ സംഭവിച്ച രസകരമായ സംഭവത്തെക്കുറിച്ചുമൊക്കെ പറയുകയായിരുന്നു സംവിധായകൻ കമൽ. മഴയത്തു മുൻപേ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷമാണ് അഴകിയ രാവണൻ ചെയ്യാൻ ശ്രീനിവാസനും കമലും തീരുമാനിച്ചത്. പൊങ്ങച്ചക്കാരനായിട്ടുള്ള മുതലാളിയുടെ കഥയിൽ പിടിച്ചാലോ എന്നാണ് കഥയെക്കുറിച്ച് ശ്രീനിവാസൻ കമലിനോട് പറയുന്നത്. അങ്ങനെയാണ് അഴകിയ രാവണനിലെ ശങ്കർദാസിലേക്ക് എത്തിച്ചേർന്നത്. വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കത്തിയിരുന്നില്ല, പിന്നീടാണ് തമാശ മനസ്സിലാകുന്നതെന്നും കമൽ കൂട്ടിച്ചേർക്കുന്നു. സിനിമയിൽ നായിക കഥാപാത്രത്തിന്റെ വീട്ടിൽ വെച്ച് ഷൂട്ടിംഗ് നടക്കുന്ന സീനുകളൊക്കെ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നവയാണ്. അതിൽ ഇന്നസെന്റിന്റെ കഥാപാത്രത്തിന്റെ ഡയലോഗുകളൊക്കെ വളരെയധികം ഇംപ്രവൈസ് ചെയ്ത് വന്നതാണെന്നും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തുണ്ടായിട്ടുള്ള കോമഡികളായിരുന്നു ആ സിനിമയിൽ മിക്കവാറും സംഭവിച്ചതെന്നും പല ഡയലോഗുകളും ലൊക്കേഷനിൽ വെച്ച് അപ്പോൾ ഉണ്ടായതാണെന്നും കമൽ പറയുന്നു. കരയോഗം പ്രസിഡന്റായി അഭിനയിക്കുന്ന ഇന്നസെന്റ് കഥാപാത്രം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട്. തോന്നക്കൽ പഞ്ചായത്തിലെ എല്ലാ വീടും അരിച്ചു പെറുക്കിയെന്നാണ് ഇന്നസെന്റിന്റെ ഡയലോഗ്. ശ്രീനിവാസൻ ലൊക്കേഷനിൽ വെച്ച് അപ്പോൾ എഴുതിയതാണതെന്നും ഇത് സാധാരണ രീതിയിൽ പറഞ്ഞാൽ മതിയെന്നാണ് ആദ്യം ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്നസെന്റ് അത് പറഞ്ഞു വന്നപ്പോൾ അതുണ്ടാക്കിയ ചിരി അരി പെറുക്കി എന്ന ഡയലോഗൊക്കെ പിന്നീട് ഒരു ഫ്രേസായി തന്നെ മാറിയെന്നും, സിനിമ പക്ഷേ റിലീസായ സമയത്ത് കൾട്ടായിരുന്നില്ല, കാരണം നമ്മൾ പലയിടത്തും ചിരിക്കുമെന്ന് കരുതിയ രംഗങ്ങളിൽ പ്രേക്ഷകർ ചിരിച്ചിരുന്നില്ല എന്നും കമൽ പറയുന്നു. ശ്രീനിവാസൻ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയുടെ കഥ പറയുമ്പോൾ ആളുകൾ ചിരിക്കുമെന്ന് കരുതിയിരുന്നു, പക്ഷേ അതുണ്ടായില്ല. എന്നാൽ ഭാവിയിൽ അതൊരു കൾട്ടായി മാറി. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന പേരിൽ തന്നെ ഒരു സ്പൂഫ് സിനിമയടക്കം വന്നു. ചില സിനിമകൾ അങ്ങനെയാണ്, കാലത്തിന് ശേഷം ചർച്ച ചെയ്യപ്പെടുകയും അത് പിന്നീട് ആൾക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുമെന്നും അത്തരത്തിലൊരു സിനിമ കൂടിയാണ് അഴകിയ രാവണൻ എന്നും കമൽ പറയുന്നു. കൾട്ടായിട്ടുള്ള കോമഡികളും സീനുകളും ഉള്ളപ്പോൾ തന്നെ അഴകിയ രാവണൻ എന്ന സിനിമ പ്രേക്ഷകർ ഇത്രയും ഓർക്കാൻ കാരണം മമ്മൂട്ടിയാണെന്നും അതുവരെ ഗൗരവമുള്ള കഥാപാത്രങ്ങൾ മാത്രം അവതരിപ്പിച്ചിരുന്ന ഒരു നടനായിരുന്നു മമ്മൂട്ടിയെന്നും വളരെ പൗരുഷമുള്ള വൈകാരികമായ കഥാപാത്രങ്ങളെയൊക്കെയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നതെന്നും കമൽ പറയുന്നു. ശങ്കർദാസ് എന്നത് ഒരു തമാശ ക്യാരക്ടറാണെന്നും കമൽ സിനിമയെപ്പറ്റിയും കഥാപാത്രത്തെപ്പറ്റിയും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മമ്മൂട്ടി ശ്രീനിവാസൻ കമൽ കോംബോയിൽ നിരവധി ഹിറ്റുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാവം പാവൻ രാജകുമാരൻ, മഴയത്തു മുൻപേ, അഴകിയ രാവണൻ എന്നിങ്ങനെ പോകുന്നു ഈ കോംബോയിലെത്തിയ ഹിറ്റുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.